അളിയന്മാരാണെങ്കിലും പ്രായം കൊണ്ട് നിങ്ങളൊക്കെ എന്റെ ഇളയതാ. അപ്പച്ചനില്ലെങ്കിൽ പിന്നെ മൂത്ത മരുവോനാ കാരണോസ്ഥാനം. അത് നാട്ടു നടപ്പ്. ഇവിടിപ്പോ വേപ്പ് മറ്റത്തെ കുര്യച്ചൻ ആരാ? വെറും കരിവേപ്പല വലിഞ്ഞു കയറി വന്ന ഇത്തിക്കണ്ണി. അങ്ങനെ ആരെങ്കിലും കുര്യച്ചനോട് പെരുമാറിയിട്ടുണ്ടോ? എന്തിനാ പെരുമാറുന്നേ? എല്ലാവരുടെ ഉള്ളിലെടുപ്പ് എനിക്ക് അറിഞ്ഞൂടെ? പഠിപ്പിലും പണത്തിലും ഇത്തിരി കുറവുള്ളൂ, പക്ഷെ ലോകപരിചയമുണ്ട്. കാര്യങ്ങൾ മനസ്സിലാക്കാനുള്ള കഴിവും കർത്താവിന്റെ കൃപ കൊണ്ടുണ്ട്. അളിയോതെ മിണ്ടരടി, അളിയന്റെ കോംപ്ലക്സ് കാണിക്കാനുള്ള സമയമല്ല കേട്ടോ. ഞാൻ ദാ എല്ലാവരോടുമായിട്ട് പറയുക, ഈ അമ്മച്ചിയെ എനിക്കിനി ഒറ്റയ്ക്ക് നോക്കാൻ ഒക്കുകയല്ല. തറവാട്ടിൽ ആര് താമസിക്കുന്ന അവരല്ലേ അമ്മച്ചിയെ നോക്കേണ്ടത്? എടി, അമ്മച്ചി അമ്മ അമ്മച്ചിയുടെ സ്ഥാനത്തിരിക്കണം. അമ്മച്ചിക്ക് ഇവിടെ എന്നതാ ഒരു കുറവ്? ഉണ്ണാനില്ലേ, ഉടുക്കാനില്ലേ? ഒന്ന് അങ്ങോട്ടോ ഇങ്ങോട്ടോ പോണോന്നുണ്ടെങ്കിൽ കാറ്, ജീപ്പ്, എന്നതാ വേണ്ടെന്ന് വെച്ചാ അത്. കിടക്കുന്ന മുറിയിൽ AC വേണ്ടെന്ന് പറഞ്ഞ അമ്മച്ചിയാ. ഇതിൽ കൂടുതൽ ഞാൻ എങ്ങനെയാടി അമ്മച്ചിയെ നോക്കുന്നേ? ഞങ്ങൾ ഇവിടെ ഉള്ളപ്പോ അമ്മച്ചി ഇങ്ങനൊന്നും ആയിരുന്നില്ലല്ലോ. ഇവിടെ ഉള്ളവരുടെ ശ്രദ്ധ കുറവാ. എന്നാ കൊണ്ടുപോയി നന്നായി അങ്ങ് നോക്കിക്കൂടായോ? ആരെങ്കിലും വേണ്ടാന്ന് പറഞ്ഞോ? അയ്യോ, ഞങ്ങള് പാവങ്ങളാന്നേ. ഞങ്ങക്ക് കാറ് AC ഒന്നുമില്ല. ഉള്ളതൊരു ചെറിയ വീടും 2 ലേലും ലോറിയും. അത് ഞങ്ങളുടെ അപ്പച്ച വാങ്ങിച്ചതല്ലയോ? ചുമ്മാതൊന്നല്ലോ. ഇത് ഞാൻ എന്നെ മാനമര്യാദയ്ക്ക് നോക്കണുണ്ട്. കല്യാണത്തിന് കുഞ്ഞോൾക്ക് കൊടുത്തോലൊന്നും എനിക്ക് കിട്ടിയിട്ടില്ല. എടി, അപ്പച്ചന്റെ അന്ന് അത്രേ കാശ് ഉണ്ടായിരുന്നുള്ളൂ. ഓ, ഉണ്ടായിരുന്നെ കൊണ്ടും കൊട്ടിയാനെ. ആ വർത്താനൊന്നും പറയണ്ട. കാര്യം വരുമ്പോ ഓരോന്ന് പറഞ്ഞേച്ച് പോവാന്നല്ലാതെ ഇതിന്റെ ഉള്ളിൽ കിടന്ന് കഷ്ടപ്പെടുന്നത് ഞാനാ. ഓ, ഇപ്പൊ കട്ടുന്നതും വേലയാടുന്നൊക്കെ നോക്കിയാ മതി. എന്തെങ്കിലും അസുഖം വന്ന് കിടന്നു പോയാലുണ്ടല്ലോ, നോക്കാം പിന്നെ എന്നെ കിട്ടിയല്ല. എന്നാ പിന്നെ ജോയിച്ചും കൊണ്ടുപോട്ടെ ബാംഗ്ലൂർക്ക്. എനിക്ക് വിരോധമൊന്നുമില്ല, പക്ഷെ റീത്തയുടെ മുഖം കാണുന്നത് അമ്മച്ചിക്ക് പിടിക്കില്ലല്ലോ. ആ, പിന്നെ ബാധ്യത മുഴുവൻ എന്റെ തലയിൽ. എനിക്കുണ്ട് കുടുംബം, പിള്ളേരും ഒക്കെ. അവർക്കാകെ ഞാൻ മാത്രമേ ഉള്ളൂ. അമ്മച്ചി എന്റെ മാത്രമൊന്നുമല്ലല്ലോ, എല്ലാവരുടെയും കൂടെ. ഓ, എല്ലാവരുടെയും കൂടെ അമ്മച്ചിയുടെ എല്ലാവർക്കും കൂടെ ഉള്ള റബ്ബറും കുരുമുളക് ഇയാൾ ഒറ്റയ്ക്കല്ലേ നോക്കുക? റബ്ബറിന്റെ കുരുമുളകിന്റെ ഒക്കെ കണക്ക് കൃത്യമായിട്ട് ഓഡിറ്റ് ചെയ്ത് വർഷം എല്ലാവരും ബോധ്യപ്പെടുത്തുന്നില്ലേ? അത് വിശ്വാസമല്ലേ? പറ, ഞാനങ്ങ് ഒഴിഞ്ഞേക്കാം. ആരാന്ന് വെച്ചാൽ നോക്കി നടത്തിക്കോ. ലോറി ഓടിക്കുന്ന പോലെ എളുപ്പമല്ല കേട്ടോ തോട്ടം നോക്കാൻ. ഇച്ചിരി പാടാ. ലോറിയെ പറ്റി പറഞ്ഞു. ഇയാൾ എന്തോ ചെയ്യും? അമ്മച്ചി ആരും നോക്കുന്നല്ലയോ പ്രശ്നം. അതിന് നിങ്ങൾ തമ്മിൽ തല്ലണ്ട. പിന്നെ സ്വത്ത് വേറെ ആരെങ്കിലും അടിച്ചെടുത്തോണ്ട് പോയാലോ എന്ന് പേടിക്കും വേണ്ട. അതായിട്ട് എന്തിനാ ഇനി എന്റെ പേരില്? അവരവർക്കുള്ളത് നിങ്ങൾ ഭാഗിച്ചെടുത്തോ. നമ്മള് നമ്മുടെ മക്കളെ എത്ര സ്നേഹിച്ചിട്ടും കാര്യല്ലേ എലിക്കുട്ടിയെ? നമ്മുടെ അപ്പനമ്മമാരെ നമ്മളെങ്ങനെ നോക്കിയോ അതാ നമുക്ക് തിരിച്ചു കിട്ടുന്നേ. കർത്താവ് പറഞ്ഞിട്ടില്ലയോ, നീ വിതയ്ക്കുന്നതേ നീ കൊയ്യുന്നുള്ളൂന്ന്? അമ്മച്ചി പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലാവാൻ ഇതൊക്കെ കടന്ന് ജീവിച്ച് നിങ്ങളും എന്റെ ഈ പരുവ എത്തണം. അംശാധികാരിയോ സർവേരിയോ ആരെയൊക്കെയെന്ന് വെച്ചാ കണ്ടു ഒരു ദിവസം ഉറപ്പിച്ചോ ഭൂമി അളക്കാൻ. ഇതാണ് ഞങ്ങളുടെ ആദ്യത്തെ സമ്പാദ്യം. പാടത്തും പറമ്പിലും പണിയെടുത്ത് കിട്ടിയ ഓരോ പൈസയും കൂട്ടിവെച്ച് ആദ്യം ഉണ്ടാക്കിയ വീട്. ഇവിടത്തെ ഐശ്വര്യം കൊണ്ടാ എല്ലാം ഉണ്ടായേ. അത് ചെതലെടുക്കാതെ നോക്കണേന്ന് മരിക്കുന്നതിന് തലേന്നും പറഞ്ഞിരുന്നു മാത്തുട്ടിച്ചായൻ. വലിയ വീടും പറമ്പും തോട്ടമൊക്കെ ആയപ്പോഴും ഇതിങ്ങനെ തന്നെ സൂക്ഷിക്കണമെന്ന് നിർബന്ധമായിരുന്നു. ഇച്ചായനുള്ളപ്പോ ആഴ്ചയിലൊരിക്കൽ വന്ന് അടിച്ചു വാരി തുടച്ചിടും. ഇവിടത്തെ തിണ്ണയില് കാറ്റും കൊണ്ടിരുന്ന ഇച്ചായന്റെ അടുത്ത് ഇരിക്കും പോലെ ആ ഒരു സുഖം അവിടെ ഒന്നും കിട്ടില്ല. അന്ന ഞാൻ ഊടൊക്കെ നോക്കി പോയാ എന്തേ? അല്ല, അപ്പന് കള്ളു കൊടുക്കണ്ടെന്ന് ഈ ചെത്തുകാരോടും ഷാപ്പുകാരോടും ഒക്കെ പറഞ്ഞോ? ഇപ്പൊ ഇടങ്ങറായപ്പോ സമാധാനമായല്ലോ. നിങ്ങൾ കാര്യം എന്താന്ന് വെച്ചാൽ പറ കുഞ്ഞിക്ക. ജീപ്പ് കയറി പോണുണ്ട്. ഇപ്പൊ ചാക്കോ മാപ്പിളനോട് ഞാൻ എങ്ങോട്ടാണ് ചോദിച്ചുപോയി. കിണാശ്ശേരി പഞ്ചായത്ത് കള്ളിട്ടാത്തോടെ ഒച്ചാട്ടേക്ക് പോകാൻ പറയുമ്പോ ഒറ്റക്ക് വിടണ്ടല്ലോ എന്ന് വിചാരിച്ച് ഞാനും കൂടി. എന്നിട്ട് എന്താ സ്ഥിരമുള്ള തന്നെ അടി? അടിയോ? ഇപ്പൊ കുഴപ്പമില്ല, ഒരു പൊസിഷനിൽ ഇരുത്തിയിട്ടുണ്ട്.
അതാ 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 അവിടെ അവിടെ അവിടെ. മോനെ റെജി, അപ്പനൊരു മീൻചട്ടി മേടിക്കാൻ വന്നതാടാ. അപ്പ എന്നെ പിടിച്ച് കെട്ടിയിട്ടിടാ. എനിക്ക് ദാഹിക്കണു, കുറച്ച് വെള്ളം താ. ആരായി ചെയ്തത്? ആരായി ചെയ്തത്? ആരും ഒന്നും ചെയ്തിട്ടില്ല. പിടിച്ചു നിൽക്കാണ്ടായപ്പോ അവിടെ കെട്ടിയിട്ടതാ. കണ്ണു കുടിച്ചാ വല്ല ബോധവും വേണ്ടേ? മനുഷ്യന്മാരാണ് ഈ കള്ളു കുടിച്ചോണ്ടിരിക്കും, അതിന് കെട്ടിയിട്ടാണ് വേണ്ടത്. ആഹാ, എത്ര ഉറുപ്പിയുടെ ചട്ടികളോട് തല്ലിപ്പൊട്ടിച്ചെന്ന് ചോദിച്ചു നോക്ക്. കെട്ടിയിട്ടില്ലായിരുന്നെങ്കിൽ നാട്ടുകാരെല്ലാവരും കൂടി തല്ലിക്കൊന്നേനെ. ഒരു ചോന്ന കുപ്പായക്കാരനാണ് അപ്പനെ തല്ലിയത്. ഓനെപ്പോ നോക്കുമ്പോ കാണുന്നില്ല. അപ്പം വാ. പോവാൻ വരട്ടെ. നശിപ്പിച്ച സാധനങ്ങളുടെ കാഴ്ച തന്നിട്ട് പോയാ മതി. അപ്പാ ഇല്ലടാ, കൂടി വന്ന 100 രൂപ. 100 650 മേലുണ്ട്. അത് വെച്ചിട്ട് പോയാ മതി. അതെ, ഇപ്പൊ എന്റെ പൈസ ഒന്നും ഇല്ല. എന്നാ അപ്പനിവിടെ നിൽക്കട്ടെ. ഞാൻ വൈകുന്നേരം കൊണ്ട് എത്തിക്കാന്ന്. അതാണ് ന്യായം. തനിക്ക് വിശ്വാസം ഉണ്ടാ? പിന്നെ ഇവരങ്ങനെ വാക്ക് പറഞ്ഞ ടീമല്ല. എന്നാ താനിവിടെ നിൽക്ക്. അപ്പന് കുടിക്കാൻ കൂട്ടുവന്ന ആളല്ലേ? അത് ശരി, അല്ല, അപ്പന് മോനെ, കുടിക്കാൻ കൂട്ട് എന്ന് നിങ്ങളാണല്ലേ? കൂട്ടി- ദേ, മിണ്ടരുത്. ഈ സാധനം ഇവിടെ നിൽക്കട്ടെ, പറ്റിയാ ഞാൻ വന്ന് കൊണ്ടുപോകണം. നിക്കണം. അപ്പം വാ. അതെ, കാശ് വേണം, എന്നെ പിടിച്ചിട്ട് കാര്യമില്ല, അവരെ പിടിക്കണം. വേള പിടിക്കാൻ തനിക്ക് വിശ്വാസമുള്ള ആളല്ലേ? വിശ്വാസത്തിന് എപ്പോഴാ വാക്ക് പറയാ? ആ വരട്ടെ. എത്രയും പെട്ടെന്ന് വാ മോനെ. അടി നല്ലോണം കിട്ടിയിട്ടുണ്ടാവും അല്ലേ? ആ ദേശക്കാർക്കുള്ള മയം ഉണ്ടാവില്ലല്ലോ അന്യദേശക്കാരാവുമ്പോ. എന്നിട്ടും ആ മാപ്പിളയ്ക്ക് ഒരു വിഷമമില്ല. ചെണ്ടപ്പുറം പോലെ ആയില്ലേ. എത്ര കിട്ടിയാണാവോ. അമ്മ ഞാനിതൊന്ന് കൊടുത്തിട്ട് വരാവേ. ആ ആ രജിച്ചായ, ഡാ, നിന്നെ ഗൗരി വിളിക്കുന്നു. രജിച്ചായ, എന്തിനാ അപ്പ പാവ രജിച്ചായനെ ഇങ്ങനെ കഷ്ടപ്പെടുത്തുന്നത്? ഇത്തിരി മനസാക്ഷി ഉണ്ടെങ്കിലല്ലേ സ്നേഹിക്കുന്നവരുടെ സങ്കടം മനസ്സിലാക്കാൻ പറ്റൂ. അപ്പൻ അതില്ലാണ്ട് പോയി പറഞ്ഞിട്ടെന്താ? തേനേ മുത്തേന്നും പറഞ്ഞ അപ്പനെ നോക്കുന്നതിനെ തിരിച്ച് ഇങ്ങനെ തന്നെ കൊടുക്കണം. നീ അപ്പനെ ധ്യാനകേന്ദ്രത്തിൽ കൊണ്ടാക്ക്, എന്നാലേ അപ്പൻ നന്നാവും. വാ ഭക്ഷണം കഴിക്കാം. വെളുപ്പിനുള്ള ബസ്സിന് തന്നെ പോവാം. പശുവിന് പുല്ലും വെള്ളം കൊടുക്കാൻ സീതനെ പറഞ്ഞേൽപ്പിക്കാം. അതപ്പം മനസ്സിൽ തട്ടി തന്നെ പറഞ്ഞതാ. കൊണ്ടാക്ക്, നേരെ ആയിക്കോളൂ. ഞാനും കൂടി വരണോ എന്തെങ്കിലും സഹായത്തിന്? കർത്താവേ, നീ കരുണയുള്ളവനാവുന്നു. എന്നിലെ മാലിന്യങ്ങളെ നീ നീക്കി തരണമേ. എന്റെ മനവും ശരീരവും ഞാൻ നിന്നിൽ അർപ്പിക്കുന്നു. എന്നിലെ ഇല്ലായ്മകളെ നീ ശമിപ്പിക്കണമേ. നീ വചനവും സത്യവുമാവുന്നു. കർത്താവേ, നീ പരിശുദ്ധനാവുന്നു. നിന്റെ സ്തുതികൾ ഞാൻ പാടും ദൈവമേ. എന്നിലെ മാലിന്യങ്ങളെ നീ നീക്കി തരണമേ. കർത്താവേ, നീ എന്നെ ബലപ്പെടുത്തണമേ. കർത്താവേ, നീ എന്നെ സുഖപ്പെടുത്തണമേ. കർത്താവേ, ഞാൻ പാപിയാവുന്നു. താനെന്താ അവിടെ വന്നിരിക്കുന്നത്? ഇത്തിരി വെള്ളം കുടിക്കാൻ. വെള്ളം കൂടെ നിർത്താനല്ലേ ഇവിടെ കൊണ്ടുവന്നിരിക്കുന്നത്? പ്രാർത്ഥന കഴിഞ്ഞിട്ടാവാ. കർത്താവേ, നീ കരുണയുള്ളവനാവുന്നു. എന്നിലെ മാലിന്യങ്ങളെ നീ നീക്കി തരണമേ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഇപ്പോഴും എപ്പോഴും സ്തുതിയിരിക്കട്ടെ. ഇതാരും അപ്പനും മോനോ? അച്ഛൻ മറന്നിട്ടില്ലല്ലേ? ഞാൻ പറഞ്ഞില്ലേ ഓർമ്മയുണ്ടാവുന്നു. അപ്പം പറയായിരുന്നു ഫാദർ ഞങ്ങളെയൊക്കെ മറന്നിട്ടുണ്ടാവുന്നു. എങ്ങനാ മറക്കുന്നേ? ആരും കാണാതെ രാത്രി അപ്പനെ ചാടിച്ചുകൊണ്ടുപോയ പാർട്ടിയല്ലേ. താൻ അന്നിവിടെ ഉണ്ടാക്കിയ കൺഫ്യൂഷൻ ചില്ലറൊന്നുമില്ല. എന്താ ഇപ്പൊ വീണ്ടും വരാൻ? ഒന്നുമില്ല, വെറുതെ ഇങ്ങനെ തോന്നിയപ്പോ. അങ്ങനെ വെറുതെ വന്ന് ധ്യാനകേന്ദ്രം കണ്ടുപോയിട്ട് കാര്യമൊന്നുമില്ല. പറയുന്നൊക്കെ അനുസരിച്ച് 1.5 മാസം പ്രാർത്ഥനയോട് കൂടിയിട്ട് ഇരിക്കാമോ? എങ്കിലേ കാര്യമുള്ളൂ. പിന്നെ തന്നെ ഈ ഏരിയയിലെങ്ങാനും കണ്ട നല്ല ചൂരിലിരിപ്പുണ്ട്, തല്ലി ഓടിക്കും. രജിസ്ട്രേഷൻ ഫോം വാങ്ങി അതിൽ ഒപ്പിട്ടേച്ച് അടുത്ത വണ്ടിക്ക് കയറിക്കോണം. ഇവിടുന്ന് ഫോൺ വരുമ്പോഴേ അപ്പനെ കൊണ്ടുപോയി ഇങ്ങോട്ട് വരാവൂ. പറ്റുമോ? വെറുതെ ഇവിടെ ഉള്ളവർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കാൻ പാടില്ല. അതിനപ്പം കുടി നിർത്തിയച്ചോ? ഇവിടെ കൊണ്ട് ആക്കാൻ വേണ്ടി വന്നതല്ല. ഇതിലേ പോയപ്പോ അച്ഛനെ കണ്ടെന്ന് നന്ദി പറഞ്ഞിട്ട് പോകാലോ എന്ന് ഓർത്ത് കയറിയതാ. അന്നത്തെ 3 ദിവസം കൊണ്ട് അപ്പന് നല്ല മാറ്റം കിട്ടി. അച്ഛന്റെ പ്രാർത്ഥന കൊണ്ടാണല്ലോ. തന്റെ പേരെങ്ങനാന്ന് പറഞ്ഞേ? റെജി. താൻ ആദ്യം നന്നാവണം, എന്നിട്ട് അപ്പനെ കൊണ്ടുപോവാ. അതെ, അപ്പനിക്ക് വന്നേ. അപ്പന്റെ കുടിയൊക്കെ ഞാൻ മാറ്റിത്തരാം. വാ. കർത്താവ് അത്ര ക്രൂരനൊന്നും അല്ലടാ. കർത്താവ് ക്രൂരനൊന്നുമല്ല. അപ്പനായിട്ട് ക്രൂരനാക്കാതിരുന്നാ മതി. നിനക്ക് അപ്പനോട് ദേഷ്യം ഉണ്ടടാ.
അല്ല, നോക്കണ്ട കാലത്തൊക്കെ അപ്പ ശരിക്കും നിന്നെ നോക്കിയിട്ടുണ്ടോ? ഞാൻ നിന്റെ അമ്മച്ചിയെ കെട്ടുമ്പോ എല്ലാരും പറഞ്ഞു കൊരങ്ങന്റെ കയ്യിലാ പൂമാല കൊടുക്കുന്നേന്ന്. എന്നെ കെട്ടാൻ മാത്രം നീ എന്ത് ദൈവദോഷമായിട്ട് ചെയ്തേന്ന് ഞാനും അവളോട് ചോദിച്ചിട്ടുണ്ട്. നിനക്ക് ഓർമ്മയുണ്ടോടാ അമ്മച്ചിയെ? അവള് പോകുമ്പോ നിനക്ക് 6 വയസ്സാ. കർത്താവായിട്ട് അന്ന് ഞാൻ തെറ്റിയതാ. അർഹിക്കാത്തതൊക്കെ തരിക, എന്നിട്ട് വിചാരിക്കാത്ത നേരത്തെ തിരിച്ചെടുക്കുക. അമ്മച്ചിയെ കാണാണ്ട് അന്ന് നീ ഉറങ്ങാൻ കൂട്ടാക്കാതെ വാശിയെടുത്ത് കരയുമ്പോ ഞാൻ അങ്ങോരെ ഒത്തിരി ശപിച്ചിട്ടുണ്ട്. പക്ഷെ അവളെ കൊണ്ടുപോയപ്പോ മോനായിട്ട് എനിക്ക് നിന്നെയാണല്ലോ തന്നിട്ട് പോയത്. അതുകൊണ്ട് എനിക്കിപ്പോ വീണ്ടും കർത്താവിനോട് ചെറിയൊരു ഇഷ്ടമൊക്കെ തോന്നി തുടങ്ങിയിട്ടുണ്ട്. നിന്റെ അമ്മച്ചി പോയപ്പോ എനിക്ക് ജീവിക്കാൻ നീ ഉണ്ടായി. അപ്പനങ്ങ് ചത്തുപോയാ നീ ആർക്കു വേണ്ടി ജീവിക്കടാ? എന്താടാ? അപ്പം വന്നേ. വെറുതെ മനുഷ്യനെ വട്ടാക്കാൻ അപ്പന്റെ ഓരോ. അപ്പം വാന്നേ. എങ്ങോട്ടാ? അത് കണ്ട ആ കാണുന്ന ധ്യാന കേന്ദ്രത്തിലേക്ക്.